വിശുദ്ധ കുരിശിൻ്റെ ഇടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ഗ്രന്ഥം പഴയ നിയമത്തിലെ ചരിത്ര പുസ്തകങ്ങളിൽ ഉൾപ്പെടുന്ന സാമുവേലിൻ്റെ 1-ാം പുസ്തകത്തിൽ ന്യായാധിപന്മാരിൽ നിന്നും രാജാക്കന്മാരിലേക്കുള്ള പരിവർത്തനവും അതിൽ സാവൂൾ രാജാവിൻ്റെയും ദാവീദ് രാജാവിൻ്റെയും നേതൃത്വ പാടവത്തെയും വിവരിക്കുന്നു. സാമുവേലിൻ്റെ 2-ാം പുസ്തകത്തിൽ ദാവീദ് രാജാവിൻ്റെ വിജയചരിത്രവും അതോടൊപ്പം ദാവീദ് രാജാവിൻ്റെ ബലഹീനതകളും പിന്നീടുണ്ടായ അനുതാപവും പാപപരിഹാര പ്രവൃത്തികളും അതിനെ തുടർന്നുണ്ടായ ദൈവകരുണയെയും വിവരിക്കുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ സോളമൻ രാജാവിൻ്റെ ബുദ്ധിശക്തിയെയും ദേവാലയ നിർമ്മാണത്തിൻ്റെ തീരുമാനം മൂലമുണ്ടാകുന്ന വിഭാഗീയതയും വിവരിക്കുന്നു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ ഇസ്രായേലും യൂദയായും വിഗ്രഹാരാധനയിലേക്ക് തിരിയുന്നതും അതിനെ തുടർന്നുണ്ടാകുന്ന നാശനഷ്ടങ്ങളും ജെറുസലേം ദേവാലയം നശിപ്പിക്കപ്പെടുന്നതും ബാബിലോൺ പ്രവാസവും വിവരിക്കുന്നു. ദിനവൃത്താന്തം 1-ാം പുസ്തകം ദാവീദ് രാജാവിൻ്റെ കാലഘട്ടത്തിലെ ആരാധനയും ദൈവപ്രമാണങ്ങളുടെ പരിപാലനയും വ്യക്തമാക്കുന്നു. ദിനവൃത്താന്തം 2-ാം പുസ്തകം യൂദാ രാജാക്കന്മാരുടെ വിശ്വസ്തയും ആരാധനയും വിവരിക്കുന്നു. എസ്രായുടെ പുസ്തകത്തിൽ ബാബിലോൺ പ്രവാസത്തിൽ നിന്നുള്ള തിരിച്ചുവരവിൻ്റെയും ദേവാലയ പുനർനിർമ്മാണത്തിൻ്റെയും ദൈവവുമായുള്ള വാഗ്ദാന നവീകരണത്തെയും വിവരിക്കുന്നു. നെഹമ്യയുടെ പുസ്തകം നെഹമ്യ ജെറുസലേം മതിലുകൾ പണിയുന്നതും ഇസ്രായേലർക്ക് ഒരു പുതിയ ആത്മീയ ഉണർവ് നൽകുന്നതും വിവരിക്കുന്നു. തോബിത്തിൻ്റെ പുസ്തകം വിശ്വാസത്തിലും മാലാഖമാരുടെ പരിരക്ഷണയിലും രോഗശാന്തിയും ദൈവസംരക്ഷണവും ഉറപ്പുതരുന്ന പുസ്തകമാണ്. ജൂഡിത്തിൻ്റെ പുസ്തകം അതിശക്തരായ ശത്രുക്കൾക്കെതിരെ ദൈവസംരക്ഷണത്തിൽ എങ്ങനെ വിജയം നേടാമെന്ന് കാണിച്ചു തരുന്നു. എസ്തേറിൻ്റെ പുസ്തകത്തിൽ ദൈവം തൻ്റെ ജനത്തെ എങ്ങനെ സംരക്ഷിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു. മക്കബായർ 1-ാം പുസ്തകം യൂദന്മാരുടെ വിശ്വാസത്തിൻ്റെയും ചെറുത്തുനിൽപ്പിൻ്റെയും വിവരണമാണ്. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.